السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين. أما بعد. ഈ സദസ്സിലും പരിസര പ്രദേശത്തു നിന്നും ജനകീയ വിചാരണയെ സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, യാത്രക്കിടയിൽ ട്രെയിനിൽ കയറിയ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയും അവൾ മരിക്കാൻ കാരണമാവുകയും ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ശരിയാണെന്നാണോ തെറ്റാണെന്നാണോ നിങ്ങൾ പറയുക? വിവാഹ വാഗ്ദാനം നൽകി പലതവണ ശരീരം ഉപയോഗപ്പെടുത്തി അതിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോ എടുത്തു വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇനി എൻ്റെ കൂട്ടുകാർക്ക് കൂടി നീ വഴങ്ങിക്കൊടുത്തില്ല എങ്കിൽ ഇത് വെച്ച് നിന്നെ അപമാനിക്കുമെന്ന് പറഞ്ഞ് അവർക്കും കാഴ്ചവെച്ച് അവസാനം വിവാഹത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു പ്രവൃത്തിയെപ്പറ്റി നന്മയാണെന്നാണോ തിന്മയാണെന്നാണോ നാം പറയുക? 1ാം ക്ലാസ്സുകാരി കുട്ടിക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ആൾതാമസമില്ലാത്തിടത്ത് വെച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിനെപ്പറ്റി നന്മയെന്ന് പറയുമോ തിന്മയെന്ന് പറയുമോ? ആളില്ലാത്ത നേരം വീട് കുത്തിത്തുറന്ന് പണവും പണ്ടവും മോഷ്ടിച്ച ഒരുവനെക്കുറിച്ച് അയാൾ തിന്മ ചെയ്തെന്ന് പറയുമോ നന്മ ചെയ്തെന്ന് പറയുമോ? ഈ സദസ്സിലിരിക്കുന്നവരോ, ഈ ബസ് സ്റ്റാൻഡിൽ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരോ, ഓൺലൈനിൽ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നവരോ ആയി ഒരാളും തന്നെ ഇതിനെ നന്മയാണ് എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്ത് ചില നന്മകൾ ഉണ്ടാകണം, ചില തിന്മകൾ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നന്മയായും തിന്മയായും വേർതിരിക്കാവുന്ന ഒരു ധാർമ്മികത, അത്തരമൊരു മൂല്യബോധം നമുക്കിടയിൽ ഉണ്ടാകണമെന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ധാർമ്മികത പറഞ്ഞു തരേണ്ടത് ആരാണ്? മനുഷ്യൻ അങ്ങനെ ധാർമ്മികത ആരും പറഞ്ഞിരുന്നും വേണ്ട. അത് പുറത്തുനിന്ന് ആരും പഠിപ്പിക്കേണ്ട ഒന്നുമല്ല. ഒരു പട്ടി തൻ്റെ കുട്ടിയോട് വാത്സല്യം കാണിക്കുന്നത് കിതാബ് പഠിച്ചിട്ടല്ല എന്നൊക്കെ നിരീശ്വരവാദികൾ പറയും. നന്മയും തിന്മയും മൂല്യങ്ങളും പഠിപ്പിക്കാൻ ഒരു ദൈവത്തിൻ്റെയോ ദൈവദൂതൻ്റെയോ വേദഗ്രന്ഥത്തിൻ്റെയോ ആവശ്യമില്ലെന്നും അതൊക്കെ മനുഷ്യൻ്റെ പരിണാമത്തിലൂടെ അവൻ നേടിയെടുത്തിട്ടുണ്ട് എന്നുമാണ് അവർ പറയുന്ന വാദം. ധാർമ്മികത ആരും പഠിപ്പിക്കണ്ട എന്നത് ശരിയായ വാദമായി നമ്മൾ എടുക്കുക. ഇന്നത് ശരിയാണ് ഇന്നത് തെറ്റാണെന്ന് ഒരാളും ഒരാളെയും പഠിപ്പിക്കണ്ട. ഓക്കെ, അത് ശരിയാണ് എന്ന് സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ ലഹരിയെക്കുറിച്ച് എന്താണ് നമ്മുടെ അഭിപ്രായം? ലഹരി അത് സമൂഹത്തിന് വിനാശകരമാണെന്നും അത് ഒരു തലമുറയെ നശിപ്പിച്ചു കളയുമെന്നും അതുകൊണ്ട് ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നും അറിയാത്തവരായി ആരാ ഉള്ളത്? പോലീസും എക്സൈസ് വകുപ്പും സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയാണ്. അങ്ങാടികളിൽ വെച്ച് മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും പരിപാടികൾ നടത്തുകയാണ്. എന്തിനെതിരെ? ലഹരിക്കെതിരെ. അവരെല്ലാവരും ലഹരി മോശമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ഇരിക്കുന്ന നമ്മളും ലഹരി മോശമാണെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർമാർ ഇത്രയധികം അതുകൊണ്ടുള്ള കെടുതികളെക്കുറിച്ച് സംസാരിച്ചിട്ടും ഇത്രയധികം ബോധവൽക്കരണ പരിപാടികൾ നടന്നിട്ടും ലഹരി ഉപയോഗം നല്ലതാണ് എന്ന് വിചാരിക്കുന്ന കുറച്ചാളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നാണ്. ലഹരി ഉപയോഗം നല്ലതാണെന്ന് മാത്രമല്ല, അത് ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതേയില്ല. എത്ര കാലമാണ് ഒരാൾ ലഹരി ഉപയോഗിക്കേണ്ടത് എന്ന് പുരോഗമിച്ച് ആധുനിക മനുഷ്യനാണ് എന്ന് സ്വയം പറയുന്ന ഒരു മനുഷ്യനുണ്ട് ഇവിടെ. അയാൾ പറയുന്നുണ്ട് എത്ര കാലം ഒരാൾ ലഹരി ഉപയോഗിക്കണം. വിശ്വാസികളായ മനുഷ്യർ, മതവിശ്വാസികളാണെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ അവസാന കാലം, അത് ഏറ്റവും അവസാന സമയം, എല്ലാ തിന്മകൾ ചെയ്യുന്ന അവസ്ഥയും ഉപേക്ഷിച്ച് തൻ്റെ ദൈവത്തിലേക്ക് അടുക്കണമെന്നും നന്മ ചെയ്യണമെന്നും സമാധാനത്തോടുകൂടി ജീവൻ വെടിയണമെന്നും ആഗ്രഹിക്കാറില്ലേ? ഈ ഇരിക്കുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ? പക്ഷേ ഇയാൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്താണ്? അതൊന്ന് കേൾക്കാം. അതുകൊണ്ടാണ് മയക്കുമരുന്ന് നന്നായിട്ട് ഉപയോഗിച്ചിട്ടാണ് മരിക്കേണ്ടത്. രസകരമായി മരിക്കാൻ പറ്റും.
വേദനിച്ച് മരിക്കണ്ട, രസകരമായി മരിക്കാൻ. അതുകൊണ്ടാണ് മയക്കുമരുന്ന് നന്നായിട്ട് ഉപയോഗിച്ചിട്ടാണ് മരിക്കേണ്ടത്, രസകരമായി മരിക്കാൻ. വേദനിച്ച് മരിക്കണ്ട, വേദനയേറ്റു മരിക്കണ്ട. പിന്നെ ലഹരി ഉപയോഗിച്ച് ആ ലഹരിയുടെ ആസ്വാദനത്തിൽ മരിച്ചു പോകണം അല്ലേ? എന്താ പറയണത്? മരിക്കണത് വരെ ഒരാൾ ലഹരി ഉപയോഗിക്കണം. എന്നാ ഞാനോ ഏതായാലും പെട്ടുപോയി, ഞാനോ ഇതിന്റെ കെടുതികൾ അനുഭവിച്ചു പോയി, പുതുതലമുറ യുവാക്കളെ നിങ്ങളെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണോ ഇയാൾ പറയണത്? അല്ല, ഇത് ലീഗലൈസ് ചെയ്യണം എന്നാണ് അയാൾ പറയണത്. എന്താ ലീഗലൈസ് ചെയ്താലുള്ള ഗുണം? ഈ തലശ്ശേരി അങ്ങാടിയിലെ പെട്ടിക്കടകളിൽ MDMA കിട്ടും, കഞ്ചാവ് കിട്ടും. നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ അവരുടെ കയ്യിലുള്ള തുച്ഛമായ പൈസ കൊണ്ട്, ഇപ്പൊ എന്താ ലഹരിക്ക് ഇത്ര കൂടുതൽ വില? അത് ഇല്ലീഗലായത് കൊണ്ടാ കൂടുതൽ വില. ലീഗലാണെങ്കിൽ ഇത്ര വില ഉണ്ടാവില്ല. അപ്പൊ ലീഗലൈസ് ചെയ്താൽ സുലഭമായി കിട്ടും. അങ്ങനെ സുലഭമായി കിട്ടി വിതരണക്കാരെ പിടിക്കാതെ, കച്ചവടക്കാർക്ക് തടസ്സമുണ്ടാകാതെ ഇവിടെ ഒരു സർവതന്ത്ര സ്വതന്ത്ര ലോകം ഉണ്ടാകണം. അതാണ് ഇയാളുടെ ആഗ്രഹം. പരിണാമത്തിലൂടെ മനുഷ്യന് കിട്ടിയ പുരോഗതിയുടെ അവസ്ഥയാണ് പറയുന്നത്. ലഹരി അത് ആസ്വദിച്ചു മരിക്കേണ്ട അവസ്ഥയുണ്ടാകണം. അങ്ങനെ ശരിയും തെറ്റുമൊക്കെ അങ്ങനെ പഠിപ്പിക്കേണ്ടതുണ്ടോ? അതൊക്കെ കോമൺ സെൻസ് ഉള്ള ഏതാളുകൾക്കും മനസ്സിലാവുകയില്ലേ എന്നാണ്. എന്താ കോമൺ സെൻസ് ഉള്ള ആളുകൾ പറയണത്? ആത്മഹത്യ പുരോഗതിയുടെ അടയാളമാണ് എന്നാണ്. ആത്മഹത്യ ചെയ്യൽ എന്താണ്? പുരോഗതിയുടെ അടയാളം. അത് കോമൺ സെൻസ് ആണ് എന്നാണ്. ആത്മഹത്യ ചെയ്യൽ എങ്ങനെ നന്മയാകും? അവരുടെ കണ്ണിൽ അത് നന്മയാണ്. ഒരാൾക്ക് നന്മയാണെന്ന് തോന്നുന്ന കാര്യമല്ല നന്മ എന്ന് പറയും ചിലപ്പോ. പിന്നെ ഒരു കൂട്ടം ആളുകൾക്ക് നന്മയാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നന്മയാണ്. ഒരു കൂട്ടം ആളുകൾക്ക് തിന്മയാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് തിന്മയാണ്. ശരി, അത് ന്യായമാണെന്ന് വെക്കാം. ഹിറ്റ്ലർ ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. എന്താണ്? അയാളുടെ നാട്ടിലുള്ള അംഗപരിമിതരായ ആളുകളെ കൊലപ്പെടുത്തുക എന്നതാണ് അയാൾ ചെയ്ത പ്രവൃത്തി. അംഗപരിമിതരായ ആളുകൾ അവരുടെ നാട്ടിൽ ജീവിക്കേണ്ടവരല്ല എന്ന്. അത് ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയുടെ ഒരു പ്രവർത്തനം മാത്രമായിരുന്നു? അതിന്റെ നേതാവായ ഒരുത്തന്റെ മാത്രം തീരുമാനമായിരുന്നു? അല്ല, ആ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളുടെയും തീരുമാനം അത് ശരിയാണ് എന്നാണ്. നമ്മൾ അംഗീകരിക്കുക? അത് അംഗവൈകല്യമുള്ള ആളുകളെ മുഴുവൻ കൊലപ്പെടുത്തുക എന്ന തീരുമാനം അംഗീകരിക്കാൻ പറ്റുമോ? പരമാവധി സുഖം കിട്ടുന്നത് നന്മയാണ് എന്നാണ് ചിലരുടെ ധാർമ്മിക അടിസ്ഥാനം. ബാങ്ക് കൊള്ളയടിക്കുന്ന ഒരാൾക്ക് ധാരാളം പണം കിട്ടുന്നു, അയാൾക്ക് പരമാവധി സുഖം കിട്ടുന്നു, അത് നന്മയാണെന്ന് പറയാൻ പറ്റുമോ? പീഡിപ്പിക്കുന്ന ഒരാൾക്ക് സുഖം കിട്ടുന്നു, നന്മയാണെന്ന് പറയാൻ പറ്റുമോ? ഇവരുടെ ധാർമ്മികത അടിസ്ഥാന പ്രകാരം അത് നന്മയാണെന്ന് പറയേണ്ടി വരും. സന്തോഷ ജീവിതത്തിന് സഹായകരമാകുന്നത് നന്മയും സന്തോഷ ജീവിതത്തിന് തടസ്സമാകുന്നത് തിന്മയും എന്നാണ് അടുത്ത വാദം. അംഗപരിമിതിയുള്ള ഒരു കുട്ടി വളർന്നു വരുന്നു എന്നറിയുമ്പോൾ, ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടി വളർന്നു വരുന്നു എന്നറിയുമ്പോൾ, എന്റെയും ഭാര്യയുടെയും കുടുംബത്തിന്റെയും സന്തോഷ ജീവിതത്തിന് ഇത് തടസ്സമാണ് എന്ന് തീരുമാനിച്ച് ഒരു ലിബറൽ അതിനെ കൊല്ലാൻ തീരുമാനിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഇത് ചെറിയ പ്രശ്നമല്ല, ഇത് വലിയ പ്രശ്നമാണ്. ധാർമ്മികത നിർവചിക്കാൻ പുറമെ നിന്നുള്ള ഇടപെടൽ ആവശ്യമില്ല. മനുഷ്യന് നിർവചിക്കാമെന്ന് പറയുമ്പോഴുള്ള അപകടമാണിത്. ഒരാളുടെ സന്തോഷമല്ല, ഒരു കൂട്ടം ആളുകളുടെ സന്തോഷമാണ് ശരി എന്നാണ് അടുത്ത വാദം. ഓക്കെ, ശരിയാണെന്ന് വിചാരിക്കാം. 5 ആളുകൾ ചേർന്ന് ഒരു പെൺകുട്ടിയെ ബസ്സിലിട്ട് ബലാത്സംഗം ചെയ്യുന്നു. ശരിയാണോ തെറ്റാണോ? 5 ആളുകൾ പറയാണ് ഒരാൾക്ക് മാത്രമേ ദുഃഖമുള്ളൂ, ഞങ്ങൾക്ക് 5 ആളുകൾക്ക് സന്തോഷമുണ്ട്. ശരിയാണെന്ന് പറയോ നമ്മൾ? എന്തു ധാർമ്മികതയാണിത്? മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകാത്തിടത്തോളം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ്. മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകുമ്പോഴേ അത് തിന്മയാകൂ എന്നതാണ് അടുത്ത വാദം. ധാരാളം ആളുകൾ വലിയ വാദമായി ശരിയായി അവതരിപ്പിക്കുന്ന വലിയൊരു സിദ്ധാന്തമാണത്. ഒരാൾ മാരകമായ MDMA ഉപയോഗിക്കുകയാണ്. എന്താണ് അയാളുടെ ന്യായം? ഞാനത് ഉപയോഗിക്കുന്നത് കൊണ്ട് ലോകത്താർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കുന്നുണ്ടോ? എനിക്കല്ലേ അതിന്റെ ദോഷമുള്ളൂ, മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്നില്ല, MDMA ഉപയോഗിക്കുന്നത് നന്മയാണെന്ന് പറയുന്ന ബുദ്ധിയുള്ള, നാടിനോട് സ്നേഹമുള്ള, ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ഏതെങ്കിലും ആളുകൾ ഉണ്ടാവുമോ? വ്യക്തികൾ ധാർമ്മികത തീരുമാനിക്കാനിരുന്നാൽ ആ ധാർമ്മികതയുടെ അവരുടെ തീരുമാനങ്ങളെല്ലാം പിഴവിലാകും. അപ്പൊ നമ്മൾ തീരുമാനിക്കണം, ഓരോ വ്യക്തികൾ തീരുമാനിക്കണ്ട,
നമ്മളൊരു കൂട്ടം ആളുകൾ ചേർന്നിരുന്ന് ധാർമ്മികത നിർവചിക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഇരിക്കുകയാണ്. 2 പേപ്പർ എടുത്തു. ശരികൾ എന്ന് ഒരു പേപ്പറിൽ എഴുതി, തെറ്റുകൾ എന്ന് മറ്റൊരു പേപ്പറിൽ എഴുതി. 2 പേപ്പറിൽ നമ്മൾ എഴുതാൻ തീരുമാനിക്കുകയാണ്. പലിശ ഏത് പേപ്പറിൽ എഴുതും? സ്ത്രീധനം ഏത് പേപ്പറിൽ എഴുതും? പലിശ നല്ലതാണ് എന്ന് വിചാരിക്കുന്ന ധാരാളം ആളുകൾ ഈ നാട്ടിലില്ലേ? സ്ത്രീധനം ഇവിടെ നിലനിൽക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇവിടെ ഇല്ലേ? വേശ്യാവൃത്തിയെ ഏത് പേപ്പറിൽ നമുക്ക് എഴുതാൻ സാധിക്കും? പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകൾ ഇവിടെയുള്ള സാഹചര്യങ്ങളോട് കെട്ടിയിടപ്പെട്ട ചിന്തകളാണ്. നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന കാഴ്ചകൾ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ട്. കുട്ടിക്കാലത്തെ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു സ്വാധീനവുമില്ലാതെ, ഭൗതികമായ ജീവിതത്തിന്റെ യാതൊരു സ്വാധീനവുമില്ലാതെ നമുക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. അപ്പോഴാണ് അവരുടെ അടുത്ത മറുപടി, അല്ലെങ്കിലും എന്തിന് ധാർമ്മികത നിർവചിക്കണം? ഇന്നത് തെറ്റാണ്, ഇന്നത് ശരിയാണ് എന്നതൊക്കെ എന്തിനു തീരുമാനിക്കണം? അങ്ങനെയൊന്നും തീരുമാനിക്കണ്ട. ഓരോരുത്തരും അവനവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചോട്ടെ എന്നാണ്. അതാണ് സ്വതന്ത്ര ചിന്ത. ഇവിടെ നിയമമൊന്നും വേണ്ട. ഓരോരുത്തരും അവനവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചോട്ടെ. അങ്ങനെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്ന ന്യായത്തെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ? അതിനെ ഹവ എന്നാ വിളിക്കുന്നത്, ദേഹേച്ഛ. ഇച്ഛയാണ് അവൻ ദൈവമാക്കിയത്. അവന്റെ ദൈവമാരാ? അവന്റെ ഇച്ഛകളാണ്. ഇച്ഛകൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക. പടച്ചോൻ പറഞ്ഞനുസരിച്ചല്ലേ നമ്മൾ പ്രവർത്തിക്കേണ്ടത്? അല്ല, നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ്. അവരാണ് പറയുന്നത്, എനിക്കെന്റെ നിയമം, നിനക്ക് നിന്റെ നിയമം, നമുക്കൊരു നിയമം വേണ്ട, മൈ ബോഡി മൈ റൈറ്റ്. അല്ലേ? കേൾക്കുമ്പോൾ നല്ല സുന്ദരമായ ആശയം. എന്താ ഇതിന്റെ അപകടം? അപകടം കുറച്ചു കഴിഞ്ഞിട്ടേ മനസ്സിലാകൂ. അവർ ചോദിക്കും, ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ അത് ഞങ്ങൾ 2 പേരുടെയും ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആകാശം പൊളിഞ്ഞു വീഴുന്നുണ്ടോ? അവരുടെ വിചാരം എന്താ? ആകാശം പൊളിഞ്ഞു വീണാലേ ഒരു കാര്യം കുറ്റാകുള്ളൂ എന്ന്. ഒരാൾ ലഹരി ഉപയോഗിച്ചാൽ ആകാശം പൊളിഞ്ഞു വീഴുമോ? പൊളിഞ്ഞു വീഴൂല. ഒരു പ്രശ്നത്തിന്റെ അതിന്റെ പരിണിത ഫലം ഉടനെ തന്നെ ഉണ്ടായാലേ അത് പ്രശ്നമായി പരിഗണിക്കാവൂ എന്നതാണ് അവരുടെ ന്യായമെന്ന് തോന്നും. അങ്ങനെയാണോ? ശരി, നോക്കൂ. 1800കളുടെ അവസാനത്തിൽ യൂറോപ്യൻ നാടുകളിൽ സെക്ഷൽ ലിബറേഷൻ ഉണ്ടായി. എന്താണ് അതിന്റെ അനന്തരഫലം ഉണ്ടായത്? സ്വതന്ത്ര ലൈംഗികത. അല്ലേ? വിവാഹമൊന്നും വേണ്ട, എങ്ങനെയും ജീവിക്കാം എന്ന അവസ്ഥ ഉണ്ടായി. എന്താണ്? 2 നൂറ്റാണ്ടുകൾക്കിപ്പുറം അവർ അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിസന്ധികൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. മനുഷ്യന് അവന്റെ ശാരീരിക വികാരങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മനോഹരമായ സംവിധാനമുണ്ട്, അതാണ് വിവാഹം. എന്നാൽ ഈ വിവാഹമൊന്നും വേണ്ട, മനുഷ്യന്റെ ലൈംഗിക ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് അങ്ങനത്തെ ഒരു സംവിധാനമൊന്നും വേണ്ട എന്നാണ് നമ്മുടെ ലിബറൽ ചങ്ങാതിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ലിബറലുകളുടെ കൂടെ എണ്ണാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ ലിബറലുകളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി എക്സ് മുസ്ലിം എന്ന പേരിൽ അവരിലെ ഒരു അവാന്തര വിഭാഗമാക്കി തള്ളി നിർത്തുന്ന വിഭാഗമുണ്ട്. അതിൻ്റെ ഒരാളുണ്ട്. അയാള് വിവാഹത്തെക്കുറിച്ച് അയാളുടെ കൺസെപ്റ്റ് എന്താണ്, അയാളുടെ ധാർമ്മിക ചിന്ത എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അയാളുടെ ചിന്ത എന്താ? അയാൾ സംസാരിക്കുന്നത് വിവാഹം എന്നൊരു വ്യവസ്ഥയൊന്നും ഇവിടെ ആവശ്യമില്ല എന്നാണ്. അപ്പം മനുഷ്യ, വിവാഹം എന്നുള്ള വ്യവസ്ഥ അല്ലാതെ ഒരാൾക്ക് ലൈംഗികമായ താല്പര്യങ്ങളുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ എന്താ ചെയ്യുക? അതിനും അയാൾക്ക് മറുപടി ഉണ്ട്. അതൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അങ്ങോട്ടും കൊണ്ട് പൂർത്തിയാക്കൂലേ എന്നാണ്. ഈ ലിബറലിസത്തിന്റെ ചിന്ത കയറി ഏതെങ്കിലും ഒരാൾ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞാൽ പോലും അവൻ വിശ്വസിക്കാൻ പാടില്ല. കാരണം ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ലൈംഗികതയാവാം, വിവാഹം ആവശ്യമില്ല എന്നാണ് അവന്റെ അടിസ്ഥാനം. അപ്പൊ പരസ്പര സമ്മതമുണ്ടെങ്കിൽ എന്തുമാകാം എന്നാണ്. എന്താണ് ഇവരുടെ ലൈംഗിക ബന്ധത്തിന്റെ അടിസ്ഥാനം? അത് പരസ്പര സമ്മതം. 2 പേർക്ക് തമ്മിൽ ഇഷ്ടമാണ്, 2 പേർക്ക് തമ്മിൽ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് തമ്മിൽ ലൈംഗികതയാകാം. അപ്പോ ലിബറലുകൾ തന്നെ ചോദിച്ചു തുടങ്ങി, ഏതെങ്കിലും 2 ആളുകളല്ല, ഉമ്മക്കും മകനും പരസ്പരം ഇഷ്ടമാണെങ്കിലോ, ആങ്ങളക്കും പെങ്ങൾക്കും പരസ്പരം സമ്മതമാണെങ്കിലോ, ബാപ്പാക്കും മോൾക്കും പരസ്പരം സെക്സ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിലോ അത് അനുവദിച്ചു കൊടുക്കണോ? അനുവദിച്ചു കൊടുക്കണം എന്നാണ്
പെങ്ങൾ ഭോഗിയായ ഒരുത്തൻ കോഴിക്കോട് വെച്ച് അവരുടെ സമ്മേളനത്തിൽ പറഞ്ഞത്. അതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ. സമ്മതത്തോടുകൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. പരസ്പര സമ്മതമുണ്ടെങ്കിൽ, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു, ഓൾക്ക് ഇഷ്ടം ചെയ്തോട്ടെ. ആര്? ഇൻസെസ്റ്റ് സെക്സ്. ഒരേ കുടുംബത്തിൽപ്പെട്ട ഒരേ ഉമ്മയുടെ മക്കളായി ജനിച്ച രണ്ടുപേർ തമ്മിൽ സ്വന്തം ഉമ്മയോട് ഉമ്മ നിങ്ങൾ ഓക്കെയാണോ എന്ന് മക്കൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഇവരുടെ പിന്നാലെ പോകും. ഏതെങ്കിലും മതവിശ്വാസികൾ, ഈ ശബ്ദം കേൾക്കുന്ന ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഈ നാട്ടിലുള്ള മതമില്ലാത്തവനോ മതനിയമങ്ങളോട് താല്പര്യമില്ലാത്തവനായ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ തോന്നിയാസത്തെ അംഗീകരിക്കുമോ? ഉപ്പക്ക് മകളോട് വികാരം പൂർത്തീകരിക്കാം, അതിലൊരു പ്രശ്നം തോന്നണ്ട, ഓക്കെയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന വാദത്തെ അംഗീകരിക്കാൻ നമുക്ക് പറ്റുമോ? അല്ലേ? ലിബറലിസം എന്ന വാക്ക് കേൾക്കുമ്പോൾ സ്വതന്ത്ര ചിന്ത, ഓരോരുത്തരും ഇഷ്ടമനുസരിച്ച് ചെയ്തോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ പുരോഗമന ആശയമാണ് എന്നാണ് തോന്നുന്നത്. അല്ലേ? അങ്ങനെയാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇത് വലിയ പുരോഗമന ചിന്തയാണെന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുകയാണ്, എന്നിട്ട് ചോദിക്കുകയാണ്, ഇത് സ്വവർഗ ലൈംഗികതയെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്നിട്ട് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടല്ലേ, അവരവർ ചെയ്തോട്ടെ, അതിലൊന്നും നമ്മൾ ഇടപെടണ്ട. അത് പറയിപ്പിച്ചിട്ട് ആങ്കറുടെ വക കൂട്ടിച്ചേർക്കൽ. എന്താ അയാൾ പറയണത് ഒന്ന് കേട്ടു നോക്കി. നമ്മുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിൽ വേറൊരാൾക്കും കയറി അഭിപ്രായം പറയാനോ കുരുവോട്ടേണ്ട കാര്യമില്ല. മറ്റേതെങ്കിലും എതിരഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ക്യാമ്പസ് ഒക്കെ എത്ര പുരോഗമനപരമായി ചിന്തിക്കും. എതിരഭിപ്രായമുള്ള ആളുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുത്തൻ എതിരഭിപ്രായം പറയുന്നുണ്ട്. എന്താ പറയണത്? എനിക്കതിനോട് താല്പര്യമില്ല, എനിക്കത് ഇഷ്ടമല്ല. എന്നിട്ട് ഓനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്താ പറയിപ്പിക്കണത്? അപ്പോ അതിനെ നീ എതിർക്കുമ്പോൾ അവരുടെ അവകാശത്തെ നീ ലംഘിക്കുകയല്ലേ, അവരുടെ സ്വാതന്ത്ര്യത്തെ നീ തളർത്തുകയല്ലേ എന്ന് ചോദിച്ചിട്ട് ഒലിഷ്ടണ്ടേ ഓല് ചെയ്തോട്ടെ എന്ന് ആളുകൾക്കിടയിൽ പ്രഷർ കൊടുത്തിട്ട് പറയിപ്പിക്കുക. എന്നിട്ടോ കുട്ടികൾ അതിന് വില്ലിങ്ങുമാണ്. ഇങ്ങനെ മൈക്കയുമായി വരുന്ന ആളുകളോട് അത് തോന്യാസമാണ്, സമൂഹത്തിൽ അതുണ്ടാക്കുന്ന ദുരന്തം വ്യാപകമാണ് എന്നുറക്കെ പറയേണ്ട ആളുകളല്ലേ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. എന്നിട്ട് ഇയാൾ പറയാ എന്തൊരു പുരോഗമനപരമായ ആശയം. ഇത് പുരോഗമന? ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തിൽ ജീവിച്ചു മരണപ്പെട്ടു പോയിട്ട് കാലം എത്രയായി, നൂറ്റാണ്ട് എത്രയായി. അദ്ദേഹത്തിന്റെ തലമുറയിൽ ഉണ്ടായ, അദ്ദേഹത്തിന്റെ ജനതയിൽ ഉണ്ടായ നീചവൃത്തിയാണ് സ്വവർഗ ലൈംഗികത എന്ന് പറഞ്ഞ. ഇതിനൊന്നും നമ്മൾ എതിർക്കാൻ പാടില്ല. ഓരോരുത്തരും അവനവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം, അവരവരുടെ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കണം എന്നാ. എന്താ തോന്നണത്? ഒരാൾക്ക് ആണായി തോന്നിയാൽ അയാൾ ആണായി ജീവിക്കുക, ഒരാൾക്ക് പെണ്ണായി തോന്നിയാലോ പെണ്ണായി ജീവിക്കുക. ഒരാൾക്ക് ഇനി ആണും പെണ്ണൊന്നല്ല, ഞാൻ വേറെ വല്ല മൃഗവുമാണ് എന്ന് തോന്നിയാൽ ആ മൃഗമായി ജീവിക്കണം എന്നാ. ഒരാൾക്ക് പട്ടിയാണെന്ന് തോന്നുക, പട്ടിയായി തോന്നിയാൽ എന്ത് ചെയ്യണം? അയാൾ പട്ടിയായി ജീവിക്കണം എന്നാ. എന്നിട്ട് തെരുവുകളിൽ പട്ടിയെപ്പോലെ അതിന്റെ കോസ്റ്റ്യൂം ധരിച്ച് കയറ് കഴുത്തിലിട്ട് വലിച്ചു കൊണ്ടുപോയി അല്ലേ പട്ടികളായി നടക്കുക. എവിടെ? തെരുവുകളിൽ. മനുഷ്യന്മാരാണതേ. 2 കാലിൽ നടക്കേണ്ടവൻ 4 കാലിൽ നടക്കുക. എന്താ ന്യായം? എന്റെ തോന്നലുകൾ, എന്റെ നിയമങ്ങൾ, അതിൽ നീ ഇടപെടാൻ വരണ്ട, അതാ ന്യായം. ഈ തോന്യാസങ്ങളെയൊക്കെ എതിർത്താൽ ലൈംഗിക ചിന്തകർക്ക് പല ജാതി ചോദ്യങ്ങളുണ്ട്. ഓൾക്ക് അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ചൊന്നും അറിയണ്ട. ഇപ്പൊ കാര്യം നടന്നാൽ മതിയെന്ന് അവർ പോയി ചോദിക്കുകയാണ്. എന്താ ഇതിന്റെ അടിസ്ഥാനം? അവർക്ക് ലൈംഗികത കിട്ടണമെങ്കിൽ എന്താ അടിസ്ഥാനം? കൺസെന്റാണ്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ സമ്മതം ഉണ്ടോ. അപ്പൊ ഒരു പെണ്ണിനോട് പോയി ചോദിക്കണം, നീ ഓക്കെ ആണോ ഇന്ന് എന്റെ കൂടെ കിടക്കാൻ? ഇങ്ങനത്തെ ചോദ്യം ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ നമ്മുടെ പെങ്ങന്മാര്? നോക്കൂ, ഇസ്ലാം എന്നത് അത് കെട്ടിക്കൊടുക്കാണെന്നും ബുദ്ധിമുട്ടാണെന്നും വേലിക്കെട്ടാണെന്നും ആ വേലിക്കെട്ട് തകർത്തെറിഞ്ഞ് ഞാനിതാ സ്വതന്ത്രയാകുന്നു എന്ന് തീരുമാനിച്ച് മതത്തിന്റെ വേലി പൊളിച്ച് പുറത്തിറങ്ങിപ്പോയ ഒരു പെൺകുട്ടിയുണ്ട്. അവൾ ചെന്നുപെട്ടത് കൺസെന്റുകാരുടെ അടുത്താണ്. അവർ പറഞ്ഞു, ഓല ന്യായം എന്താ? നീ ഓക്കെ ആണോ? ഓക്കെ എങ്കിലാകാം എന്നാണ്. അങ്ങനെ പറഞ്ഞപ്പോ എന്താണ് അവളുടെ പ്രതികരണം? അവൾക്കുണ്ടായ മാനസിക വിഷമം എന്താ? അവൾ തന്നെ പറയട്ടെ.
അവൾ പറയാണ്, ഇവരെന്തൊരു ചിന്തകരാണ്, എങ്ങനെയാണ് ഇതൊക്കെ ചോദിക്കാൻ കഴിയണത്? ഒരു പ്രോഗ്രാമിന് സമാധാനത്തിൽ പോകാൻ പറ്റണ്ടേ? അവരെ കൂടെ ഒന്ന് ഒരുമിച്ചിരിക്കാൻ പറ്റണ്ടേ? അമിതമായി ലഹരി ഉപയോഗിക്കാൻ അവർ തയ്യാറല്ലാത്തവരെ കുറ്റപ്പെടുത്തുകയാണ് അല്ലേ? അവർ കുറ്റപ്പെടുത്തുക. എന്നിട്ട് ഇവരുടെ വേദികളിൽ ഈ പ്രസംഗിച്ചതിനെതിരെ മറുപടി പറയാ, ഈ പെൺകുട്ടിക്കെതിരെ മറുപടി പറയാ. എന്താ പറയുന്നത്? ചില സ്വതന്ത്ര ചിന്തകരുണ്ട്. ആ സ്വതന്ത്ര ചിന്തകർ അവര് വലിയ സ്വതന്ത്ര ചിന്തയൊക്കെ പറയെങ്കിലും അവരോട് കൺസെന്റ് ചോദിച്ചാൽ അവൾക്ക് പ്രശ്നമാണ്. നിന്നെ എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ അവൾ എന്താ വിളിക്കേണ്ടത്? മാന്യതയുള്ള കുടുംബത്തിൽ പറന്ന തൻ്റെ ഇടമുള്ള തറവാടിത്തമുള്ള ഒരാൾക്ക് നോ പറയുകയല്ലാതെ, അയാളുടെ ചെപ്പക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കുകയല്ലാതെ ഞാൻ ഓക്കെ അല്ല, അതുകൊണ്ട് എനിക്ക് ചോദിച്ചതിൽ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോരാൻ പറ്റുമോ? കുട്ടികളോട് ചോദിക്കുകയാണ്, ബെസ്റ്റ് സെക്സ് ചോദിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്താണ്? അപ്പൊ കുട്ടികൾ പറയാ, ഞാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയും, ഓക്കെ അല്ലെങ്കിൽ ഓക്കെ പറയുകയില്ല. സ്വതന്ത്ര ചിന്ത നീചമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങളുടെ മകൾ അത്തരം ഒരു വേദിക്ക് മുന്നിൽ, മൈക്കിന് മുന്നിൽ അങ്ങനെ മറുപടി പറയുന്നത് ഇഷ്ടമുള്ള എത്ര രക്ഷിതാക്കൾ ഈ അങ്ങാടിയിൽ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്? 200 വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഫ്രാൻസിന് ഇൻസെസ്റ്റ് സെക്സ് വേണ്ട എന്ന് തീരുമാനിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? അതിൻ്റെ അനന്തരഫലങ്ങൾ അവർ മനസ്സിലാക്കിയതുകൊണ്ട്. സെക്ഷൽ ലിബറലേഷന് ശേഷം ലിവിങ് ടുഗദർ ബന്ധങ്ങൾക്ക് വലിയ പോപ്പുലാരിറ്റി കിട്ടി, വലിയ സ്വീകാര്യത കിട്ടി. അപ്പോഴോ ലിവിങ് ടുഗദർ ബന്ധങ്ങൾ വളർന്നു. ആളുകളൊക്കെ ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളവരോടൊപ്പം ജീവിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കി പോകാം എന്ന തീരുമാനത്തിലേക്ക് എത്തി. എന്തു സംഭവിച്ചു? വലിയ ധാർമ്മിക പ്രശ്നങ്ങൾ ഉണ്ടായി. എന്താ ലിവിങ് ടുഗദർ ബന്ധം സെലക്ട് ചെയ്യാനുള്ള കാരണം? അതൊരു വിവാഹമാണെങ്കിൽ അവിടെ പുരുഷന്റെ പീഡനം ഉണ്ടാകുമെന്ന്. എന്നാൽ കണക്കുകൾ പറയുന്നു, വിവാഹത്തിലൂടെയുള്ള പുരുഷ പീഡനത്തെക്കാൾ കൂടുതൽ ലിവിങ് ടുഗദർ ബന്ധങ്ങളിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ്. ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ട്. കണക്കുകളാണ്, വെറുതെ പറഞ്ഞതല്ല, ഡാറ്റകളാണ്. അവിടുത്തെ കുട്ടികൾ അരക്ഷിതരാണ് എന്നാണ്. എന്തേ സ്ത്രീകൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടാൻ, ഗാർഹിക പീഡനം നടക്കാനുള്ള കാരണം? വിവാഹമാണെങ്കിൽ അവിടെ ചോദ്യം ചെയ്യാൻ ആളുണ്ട്, ഒരു ഉപ്പയും ഉമ്മയുമുണ്ട്, സഹോദരങ്ങളുണ്ട്. വിവാഹം ചെയ്തു കൊടുത്ത പള്ളി കമ്മിറ്റിയോ ചർച്ച് കമ്മിറ്റിയോ അമ്പല കമ്മിറ്റിയോ ആരെങ്കിലും ഒക്കെ ഉണ്ട്. ഒരു രജിസ്റ്റർ ഓഫീസിൽ ചെന്നുപോയി രേഖപ്പെടുത്തി ലീഗലായി കല്യാണം കഴിച്ചതിന് രേഖയുണ്ട്. അതൊക്കെ സമൂഹം കൊടുക്കുന്ന ചില പ്രഷറുകളാണ്. ഇതൊന്നുമില്ല. രണ്ടാളുകൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു, ഇനി അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, അതിൽ കുട്ടികളുണ്ടായി. ആ കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തം ആ പെണ്ണിനാണ് എന്നാണ്. വിവാഹം എന്ന വ്യവസ്ഥ തന്നെ ഇവിടെ കൊണ്ടുവന്നത് പുരുഷനെ കൂടി കുട്ടികളെ നോക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കാനാണ് എന്നാണ് ആധുനിക മനുഷ്യന്റെ അഭിപ്രായം. അയാൾ പറയണ അതാ. അപ്പൊ അയാളെ ന്യായം എന്താ? പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ, വളർത്തൽ ഉത്തരവാദിത്തമില്ല. അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കൽ മാത്രമേ അവന്റെ ലക്ഷ്യമുള്ളൂ, മറ്റൊന്നും അവന്റെ ലക്ഷ്യമല്ല എന്നവർ പറയാണ് അല്ലേ? ലിവിങ് ടുഗദർ ബന്ധങ്ങളുടെ പ്രശ്നം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക. കുട്ടികൾ രക്ഷിതാക്കളില്ലാതെ വളരുമ്പോൾ എന്തു സംഭവിക്കുന്നു? അച്ഛന്മാരില്ലാതെ വളരുമ്പോൾ എന്തു സംഭവിക്കുന്നു? ഏറ്റവും അധികം ജയിലുകളിലുള്ള കുട്ടികളുടെ എണ്ണം എടുത്ത് പരിശോധിക്കുമ്പോൾ അവരിൽ കൂടുതൽ ആളുകളും അച്ഛന്മാർ വീട്ടിലില്ലാത്ത കുട്ടികളാണ് എന്നാണ്. അമ്മമാർ, സിംഗിൾ പാരന്റിലൂടെ അമ്മമാർ കുട്ടികളെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണത്. ഇതൊന്നും മനസ്സിലാവില്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ വർഷങ്ങളുടെ സമയമെടുക്കും അല്ലേ? ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ആകാശം പൊളിഞ്ഞു ചാടോ എന്ന ഒരു ചോദ്യം കൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോണില്ല. സ്വവർഗ ലൈംഗികതയെക്കുറിച്ച് വലിയ വായിൽ സംസാരിക്കുകയാണ്. അതൊക്കെ നല്ലതാണ് എന്ന് ആളുകൾ പറയാണ്. എന്താ അതിൻ്റെ അവസ്ഥ? WHO ചില പ്രത്യേകമായ ഗൈഡ് ലൈനുകൾ പുറത്തിറക്കേണ്ടി വന്നു. മങ്കി പോക്സ് പടർന്നു പിടിച്ചപ്പോൾ. എന്തേ കാരണം? ഗേ ആയ ആണും ആണും തമ്മിൽ സെക്സിലേർപ്പെടുന്ന പങ്കാളികൾക്കിടയിലാണ് ഇത് കൂടുതൽ പടർന്നു പിടിക്കണം. അതുകൊണ്ട് നിർത്തിക്കോളി എന്ന് WHO പറയേണ്ടി വന്നു അല്ലേ? വെറുതെ പറയണതല്ല, രഹസ്യമാക്കി മറച്ചു വെക്കുന്ന ചില പ്രശ്നങ്ങൾ കൂടി ഇതിലുണ്ട്. സ്വന്തം മലം നിയന്ത്രണ വിധേയമല്ലാതെ പുറത്തു പോരുന്ന ദുരവസ്ഥ അനുഭവിച്ച് അഡൽട്ട് ഡയാപ്പറുകൾ ഇട്ട് നടക്കേണ്ട അവസ്ഥ ഇത്തരം പങ്കാളികൾക്കുണ്ടായി എന്നുള്ളത് വെറുതെ പറഞ്ഞതല്ല, അതൊരു രഹസ്യമായ പരസ്യമാണ് എന്നാണ്. മൈ ബോഡി മൈ റൈറ്റ്സ്, എൻ്റെ
ജീവിതം, എൻ്റെ ശരീരം, എൻ്റെ അവകാശം, എൻ്റെ ശരീരം, എൻ്റെ നിയമങ്ങൾ, മൈ ബോഡി മൈ റൂൾസ്, ഇതൊക്കെ ഞാൻ തീരുമാനിക്കും, അതിലൊന്നും ആരും ഇടപെടണ്ട എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ചില അനന്തരഫലങ്ങൾ ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇതിവിടെ നിൽക്കുവോ? ഇവിടെ നിൽക്കുവോ? ഒരു സ്വവർഗ ലൈംഗികതയിൽ ഇവിടെ നിൽക്കുവോ? ഇല്ല. മൃഗങ്ങളെപ്പോലും ഉപയോഗപ്പെടുത്താമെന്നാണ്, മൃഗങ്ങളെപ്പോലും സെക്സിന് ഉപയോഗപ്പെടുത്താമെന്നാണ് ഇവരുടെ ആസ്ഥാന ആചാര്യന്മാരുടെ അഭിപ്രായം. ഒരു സംവാദത്തിൽ എന്താ ഇവരുടെ ആസ്ഥാന ആചാര്യം പറഞ്ഞതെന്നൊന്ന് കേട്ടോക്കി. They change because we recognize greater and greater freedom for the individual as long as the activities of the individual does not harm physically or psychologically other people. You say the same about animals? Was that the same answer to both? I mean, as long as you're not hurting the animal. I'm also in favor of animal rights. എന്താ അയാൾ പറയണത്? അപ്പൊ ഇത് ആനിമൽസിനോട് ഇതാകാമോ എന്നാണ്, മൃഗങ്ങളോട് ഇതാകാമോ എന്ന്. ആനിമൽസിന് വേദനിക്കൂല എന്നുണ്ടെങ്കിൽ ആകാം. അതാ അവരുടെ അടിസ്ഥാനം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു പശുവിനെയോ ഒരാടിനെയോ നിങ്ങൾ വളർത്തുന്നുവെങ്കിൽ ഏതെങ്കിലും ലിബറലുകളുടെ സംസാരം കേട്ട് സ്വാധീനിച്ചൊരു മനുഷ്യൻ, അവനെ പേടിക്കണം. അയൽവാസിൻ്റെ നിങ്ങൾ പേടിക്കണം, ഭയപ്പെടണം, അല്ലേ? അല്ല, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടി മരിച്ചാൽ അവളെ കൊണ്ടുപോയി വെക്കുന്ന മോർച്ചറിയിൽ അതിൻ്റെ കാവൽക്കാരൻ ഒരു ലിബറലാണെങ്കിൽ ആ മൃതദേഹത്തെ ഉപയോഗപ്പെടുത്താം. അതാ അവരുടെ വാദം. കേരളത്തിൽ പറഞ്ഞിട്ടില്ല, പറയാൻ പോണേ ഉള്ളൂ. സ്വീഡനിൽ യുവാക്കളുടെ മൂവ്മെന്റ് അത് ആവശ്യപ്പെട്ടു. മൃഗരതി അനുവദനീയമാക്കണം, അത് ഹലാലാക്കണം. അതിനുവേണ്ടി സമരം ചെയ്തു, മരിച്ചുപോയ ആൾക്കാരായിട്ടേ. എന്താ ഇവരുടെ തോന്നിയാസത്തിന്റെ ഊക്ക്? ഇനിയോ അയൽവാസിയായ ഒരു പെണ്ണിനോട് സെക്സിലേർപ്പെടാൻ മോഹം, പ്രണയിച്ച ഒരു പെണ്ണിനോട് സെക്സിലേർപ്പെടാൻ മോഹം, പക്ഷേ അവൾ എന്നിൽ നിന്ന് തെറ്റിപ്പോയി. അപ്പോൾ എന്തു ചെയ്യാം? അതിനും ഇവരുടെ കയ്യിൽ പരിഹാര മാർഗങ്ങളുണ്ട്. പരിഹാരം പറയട്ടെ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ടോയ്സിനെ അവിടെ ഡിസൈൻ ചെയ്തു തരും. അപ്പം നമ്മൾ ഇന്ന് പഴയ തേച്ച കാമുകന്റെയോ കാമുകിയുടെ രൂപത്തിലോ സെലിബ്രിറ്റിയിലോ അപ്പുറത്തെ ചേച്ചിയുടെ ചേട്ടന്റെ ഒക്കെ രൂപത്തിലൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുത്താൽ നാളെ വേറെ ചില അവകാശ ലംഘന പ്രശ്നങ്ങളും ഇതിന്റെ കൂടെ വരാം. അപ്പൊ എന്താ പ്രശ്നം? അവരുടെ രൂപത്തിൽ സാധനങ്ങൾ ഉണ്ടാക്കി അതിനെ ഭോഗിക്കാം, അങ്ങനെ ആസ്വാദനം കണ്ടെത്താം. ഇവരുമായി എന്തെങ്കിലും തരത്തിൽ സൗഹൃദത്തിൽ ഏർപ്പെട്ട് അബദ്ധത്തിലൊരു പ്രണയത്തിൽ അകപ്പെട്ട് അതിൽ നിന്ന് പിന്മാറിപ്പോന്നാൽ പോലും ഓരോ ദിവസവും രാത്രി നിങ്ങളെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ രൂപവുമായി ഇയാൾ സെക്സ് ചെയ്യുന്നുണ്ടാകും. അതവരുടെ ധാർമ്മികത, അല്ലേ? ചില ആളുകൾ പറയും ധാർമ്മികത നിശ്ചയിക്കാൻ ഭരണഘടനകൾക്ക് സാധിക്കും എന്നാണ്. ഭരണഘടനകൾക്ക് സാധിക്കുന്ന, ധാർമ്മികത നിശ്ചയിക്കാൻ ഭരണഘടനകൾക്ക് സാധിക്കുന്ന, ഭരണഘടനയാണ് ചിലരുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം. എന്നാൽ ധാർമ്മികത അടിസ്ഥാനമായി ഭരണഘടനയെ വെക്കാൻ പറ്റുമോ? എല്ലാ രാജ്യങ്ങളിലും ഭരണഘടന ഉണ്ടോ? ഇല്ല. ചില രാജ്യങ്ങളിൽ ഭരണഘടന ഇല്ല. ചില രാജ്യങ്ങളിൽ മോശം ഭരണഘടനയാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ഒരു വരയുണ്ട്, അവരെ ബ്രിട്ടീഷുകാർ വരച്ച വരയാണ്. ആ വരക്ക് അപ്പുറത്തൊരു നിയമം, ഇപ്പുറത്ത് വേറൊരു നിയമം. അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിൽ നിന്ന് 16 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അത് കുറ്റകരമാകുന്നു, എന്നാൽ മറ്റൊരു സ്റ്റേറ്റിൽ അത് കുറ്റകരമായി മാറൂല. ശരി തെറ്റുകൾക്ക് അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാകാൻ പാടുണ്ടോ? അപ്പൊ ധാർമ്മികത നിശ്ചയിക്കാൻ ശാസ്ത്രത്തിന് സാധിക്കുമെന്നാണ് ചിലർ പറയുന്നത്. ഒന്നാമതായി മനസ്സിലാക്കുക, ശാസ്ത്രത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നല്ല ധാർമ്മികത. ശരിയും തെറ്റും തീരുമാനിക്കൽ ശാസ്ത്രത്തിന്റെ പണിയല്ല, അത് ശാസ്ത്രത്തിന്റെ പരിമിതിയല്ല, അത് ശാസ്ത്രത്തിന്റെ കുറവല്ല, അത് ശാസ്ത്രത്തിന്റെ വിഷയമേ അല്ല. എൻ്റെ കയ്യിൽ ഒരു 5 രൂപ നാണയമുണ്ട്. ഈ 5 രൂപ നാണയം ഇത് ഏത് മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാണ്, ഇത് എത്ര ഡിഗ്രി ചൂടിൽ അത് നശിച്ചു പോകും, ഇത് പിന്നെ എത്ര ഡിഗ്രി ചൂടിലാണ്, എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ശാസ്ത്രത്തിന് പറയാൻ സാധിക്കും. എന്നാൽ ഞാൻ ഇത് യാചകനായ ഒരു മനുഷ്യന് കൊടുത്താൽ അത് നന്മയാണ്, പുണ്യമാണ് എന്ന് പറയാൻ ശാസ്ത്രത്തിന് സാധിക്കുമോ? അത് ശാസ്ത്രത്തിന്റെ വിഷയമല്ല. അതുകൊണ്ട് ശാസ്ത്രത്തിന് അത് പറയാൻ സാധിക്കൂല. ഒരാൾ തെറി പറയുകയാണ്, പച്ചത്തെറി അങ്ങാടിയിൽ നിന്ന് അയാൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ വിളിക്കുന്ന തെറിവാക്ക് ഏതെങ്കിലും ഒരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താൽ അത് മോശമാണ്, തെറ്റാണ് എന്ന് തെളിയിക്കാൻ പറ്റുമോ?
നല്ല വാക്ക് സംസാരിക്കുന്ന ഒരുത്തൻ്റെ സംസാരം അത് ഏതെങ്കിലും ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താൽ ഇത് നല്ലതാണ് എന്ന് തീരുമാനിക്കാൻ സാധിക്കുമോ? ഇത് ശാസ്ത്രത്തിൻ്റെ വിഷയമേ അല്ല. ശരി തെറ്റുകൾ ഇവിടെ വേണം, ഇവിടെ ധാർമ്മികത വേണം എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ലിബറലുകൾ പറയുന്ന ധാർമ്മികതയുടെ അടിസ്ഥാനങ്ങൾ എടുത്താൽ എന്തെല്ലാം തോന്നിയാസങ്ങൾ നന്മയായി അംഗീകരിക്കേണ്ടി വരും എന്നതും നമ്മളിവിടെ മനസ്സിലാക്കി. പിന്നെ ശരി തെറ്റുകൾ ആര് പറയണം? അവിടെയാണ് ഇസ്ലാമിന് ഉത്തരം പറയാനുള്ളത്. മനുഷ്യരെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലുള്ളവരാണ്. അവരെല്ലാം പലതരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് വിധേയരാണ്. പ്രപഞ്ചത്തിനപ്പുറത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ധാർമ്മികത യഥാർത്ഥത്തിൽ നിർവചിക്കാൻ സാധിക്കുക. മനുഷ്യൻ എന്താണ് ഗുണം, ഇപ്പോൾ നന്മ എന്താണ്, നാളെ നന്മ എന്താണ്, സമീപഭാവിയിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നന്മ ഏതാണ്, എല്ലാം റബ്ബിനറിയാം. അവൻ അൽ അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. അവൻ അൽ ഖബീറാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മജ്ഞാനിയാണ്. അല്ലാഹു ഹക്കീമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജ്ഞാനത്തിന് എന്തു പരിധിയാ ഉള്ളത്? അള്ളാഹുവിൻ്റെ ഓരോ നിയമങ്ങളും സൂക്ഷ്മവും അത് തത്വത്തിൽ അടിസ്ഥാനമായതും യുക്തിചിന്തയിൽ അടിസ്ഥാനമായതുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അള്ളാഹു ഉണ്ടാക്കുന്ന നിയമങ്ങൾ സ്വീകരിക്കുക എന്നതാണ് സുരക്ഷിതമായ മാർഗം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്ന നിയമത്തിൽ എന്തെങ്കിലും കുറവുകൾ വരുമോ? ഒരു തെറ്റായ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമോ? ഒരിക്കലുമില്ല. അല്ലേ? 65 വയസ്സ് കഴിഞ്ഞ എല്ലാ മനുഷ്യരെയും കൊല ചെയ്യണമെന്ന് അള്ളാഹു കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുമോ എന്നൊക്കെ ഇവർ ചോദിക്കും. ഇവരുടെ വലിയ ചോദ്യമാണത്. അള്ളാഹിനെ കുറിച്ച് അവർക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ നന്മകളുടെ പുറത്തുള്ള ഒരാളും ആ നന്മകൾ പുറത്തുനിന്ന് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരാളുമായിട്ടാണ് ഇവർ വിചാരിക്കുന്നത്. അള്ളാഹിൻ്റെ ഒരു പേരാണ് അൽ ബർ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളുടെയും ഉടയവനാണ്, എല്ലാ നന്മകളുടെയും തുടക്കക്കാരനാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ പേരുകൾ എല്ലാം അവൻ്റെ വിശേഷണങ്ങളെ ഉൾക്കൊള്ളുന്ന പേരുകളാണ്. നമുക്കൊക്കെ പല പേരുകളുണ്ടാകും. ആ പേരുകൾ നമ്മുടെ വിശേഷണവുമായി യോജിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ പേര് അങ്ങനെയല്ല, അത് വിശേഷണവുമായി സമ്പൂർണമായി യോജിക്കുന്ന പേരുകളാണ്. അതുകൊണ്ട് അള്ളാഹു നന്മ മാത്രമേ കൽപ്പിക്കൂ, തിന്മയായ ഒരു കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് റബ്ബാണെങ്കിൽ ആ റബ്ബിനറിയാം മനുഷ്യന് നന്മയായത് ഏതാണ് എന്ന്. ആ നന്മയായ കാര്യങ്ങളാണ് അവൻ പരിശുദ്ധമായ വേദഗ്രന്ഥത്തിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അവൻ്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 23 വർഷത്തെ പ്രവാചകത്വ ജീവിതത്തിലൂടെ അതിൻ്റെ മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്. തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ, ലോകത്തിൻ്റെ ദൂതൻ, ലോകർക്കുള്ള മാർഗദർശി, ഹുദയുമായി സന്മാർഗവുമായി കടന്നു വന്ന മഹൽ വ്യക്തി ജീവിതാവസാനത്തിൽ വിട്ടുപോകുമ്പോൾ, നമ്മോട് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മളിൽ ഖുർആനും നബിചര്യയും ബാക്കി വെച്ചുകൊണ്ടാണ് പോകുന്നത്. ലൻ തദില്ലു, നിങ്ങൾ ഒരു കാരണവശാലും ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ, മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ വഴിപിഴച്ചു പോവുകയില്ല എന്നാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ചില നിയമങ്ങൾ കാണുമ്പോൾ അത് ശരിയല്ല എന്ന് ചിലർക്ക് തോന്നിയേക്കാം. അങ്ങനെ ഒരു കാര്യം കൂടി നിയമമാക്കേണ്ടിയിരുന്നു എന്ന് തോന്നിയേക്കാം. ഇതുകൂടി നന്മയാകേണ്ടിയിരുന്നു എന്ന് തോന്നിയേക്കാം. നമുക്കത് തോന്നാം. പക്ഷേ അതിൻ്റെ ശരിയായ രൂപം അറിയുന്നവൻ റബ്ബാണ്. അസാ അൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾക്ക് നന്മയായി തോന്നുന്ന ചിലത് നിങ്ങൾക്ക് ദോഷമായിരിക്കാം, നിങ്ങൾക്ക് തിന്മയായി തോന്നുന്ന ചിലത് നിങ്ങൾക്ക് നന്മയായിരിക്കാം എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. കൊറിയക്ക് തോന്നിയിരുന്നു ഇവിടെ ജനസംഖ്യ വലിയ കൂടുതലായാൽ വലിയ പ്രശ്നമാണ്. അവർ ജനസംഖ്യാ നിയന്ത്രണം തുടങ്ങി. എന്നിട്ടോ നിയന്ത്രണം തുടങ്ങിയിട്ട് പിന്നെ അതിൻ്റെ സ്വച്ഛാധിപതിയായ ഭരണാധികാരിക്ക് സ്ത്രീകളെ വിളിച്ചു കൂട്ടിയിട്ട് കരഞ്ഞു പറയേണ്ടി വന്നു, സ്ത്രീകളെ നിങ്ങൾ കൂടുതൽ പ്രസവിച്ചിട്ട് ഇവിടുത്തെ മാനുഷിക വിഭവശേഷി വർദ്ധിപ്പിക്കൂ, എന്നിട്ട് ഈ നാടിനെ രക്ഷിക്കൂ എന്ന് പറയേണ്ടി വന്നു. നമ്മുടെ തോന്നലുകൾ പരിമിതമായ ചിന്തകളിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കി എൻ്റെ റബ്ബാണ് നന്മ പറയാൻ ഏറ്റവും അർഹനെന്നും ആപ്പിൾ ഫോൺ നിർമ്മിച്ചവനാണ് അതിൻ്റെ ഗൈഡ് ലൈൻ പുറത്തിറക്കേണ്ടത് എന്ന സാമാന്യ യുക്തി സ്വീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സൃഷ്ടാവിൻ്റെ അടിമയാണ്, അവൻ എൻ്റെ ഉടമയാണ്,
അവൻ്റെ അടുക്കിലേക്ക് കാരുണ്യം തേടി അവൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അവൻ്റെ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടവനാണ് ഞാൻ. അവൻ്റെ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ അവനിവിടെ ഉണ്ടാക്കിയ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, വിലക്കുകൾ അത് പാലിച്ചാൽ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന തീരുമാനം മനസ്സിൽ ഉൾക്കൊണ്ട് അവൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുക എന്നതാണ് ബുദ്ധിപരമായ തീരുമാനം. അല്ലാത്ത തോന്നലുകൾക്ക് പിന്നാലെ പോകുമ്പോൾ അതിൻ്റെ അപകടം വളരെ വ്യാപകമായിരിക്കും, അതിൻ്റെ ദുരന്തം പരിഹരിക്കാനാവാത്തതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നേർവഴിയിൽ നമ്മളെ നടത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.